കണ്ണിച്ചോറില്ലാത്തവരുടെ കണ്ണിൽ കരടാകണം. തിരുമിയാലും കഴുകിയാലും പോകാത്ത കരട്. ശരീര വലിപ്പമല്ല, മനോബലമാണ് ഏറ്റവും വലിയ ശക്തി. അത് നേടണം. കാളി പറഞ്ഞു വരുന്നത് കളരിപ്പയറ്റും മർമ്മവിദ്യയും പഠിക്കണം, പഠിപ്പിക്കണം. എന്നിട്ട് ഒന്നടിച്ചാൽ തിരിച്ച് രണ്ടടി. സ്വാമി, സ്വാമി, സ്വാമി എങ്ങോട്ടാണ്? ആരോടും പറയാതെ. കൊടിതൂക്കി മലയിലേക്ക്. സ്വാമി, ആരെങ്കിലും വിളിക്കാതെ ഇടയ്ക്കിടെ ഒറ്റയ്ക്കാകണം. കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, അഖിലാണ്ടവും ഒപ്പമുണ്ട്. സ്വാമി, സ്വാമി, അരുവിപ്പുറത്താണെങ്കിൽ വരുന്നവർക്കെല്ലാം സ്വാമിയെ കാണാം, വണങ്ങാം. നാം അവർക്കൊപ്പവും കാണും, നിങ്ങൾക്കൊപ്പവും കാണും. അത് നാട്ടുകാരും പറയുന്നു. സ്വാമി എവിടെയുണ്ടെന്ന് മനസ്സിൽ നിരീച്ച കാണാന്ന്. ഓഹോ, അങ്ങനെയുണ്ടോ ചൊല്ലുകൾ? പോയാലോ? പോയേക്കാം. താഴെ നിന്ന് കാണും പോലെ അല്ലല്ലോ, എന്തൊരു ചന്തം. ഓരോ അടി ഉയരുമ്പോഴും കാഴ്ചകൾ മാറും, ചിന്തകൾ മാറും. മലകൾ പ്രകൃതിയുടെ ധ്യാന മണ്ഡപങ്ങളാണ്. അവിടെ ഇരുന്നാൽ സ്വയം അറിയാം, പ്രകൃതിയെ അറിയാം, ദൈവത്തെ അറിയാം. സ്വാമിയുടെ തപസ്സിനും ധ്യാനത്തിനും തടസ്സമാവാതെ മല ഇറങ്ങിക്കോട്ടെ. കരുതലോടെ ഇറങ്ങണം സ്വാമി. ധ്യാനത്തിലാണ്ട ആകാശം, മന്ത്രം ജപിക്കുന്ന കാറ്റ്. നാം ഇവിടെ തൃപ്തനാണ്, സ്വസ്ഥനാണ്. സോറി, ബോറടിച്ചില്ലല്ലോ? ഏയ്, അതൊന്നുമില്ല. താങ്ക് യു. വെൽക്കം. അരിത്വാമലയിൽ നിന്ന് അരുവിപ്പുറം, കുടിതൂക്കിമല.
ഗുരുവിനെ പ്രിയപ്പെട്ട സ്ഥലങ്ങളെല്ലാം സുന്ദരം. ഉം. യോഗികളുടെയും സിദ്ധന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും ജ്ഞാനമാർഗം പൊതുവെ അങ്ങനെയാണ്. ഗുരു മരുത്വമലയിൽ നിന്ന് എത്തുമ്പോൾ അരുവിപ്പുറം എങ്ങനെയായിരുന്നു? കാടായിരുന്നു. എല്ലാ മൃഗങ്ങളും ഉണ്ട്. അങ്ങെങ്ങ ചില വീടുകൾ മാത്രം. അരുവിപ്പുറത്തോട് ഗുരുവിനെ ഇത്ര പ്രിയം തോന്നാൻ മറ്റു വല്ല കാരണങ്ങൾ? ഋഷീശ്വരന്മാരുടെ കാൽപ്പാടുകൾ വ്യാഖ്യാനിച്ചാൽ തന്നെ നിഗൂഢമായ പല അറിവുകളും കണ്ടെത്താൻ സാധിക്കും. ഫലസമൃദ്ധമായ പൂന്തോട്ടത്തിൽ ഓരോ ജീവിയും അതിനിഷ്ടപ്പെട്ട ഫലമല്ലേ കഴിക്കുന്നുള്ളൂ. അതുപോലെ എങ്കിലും ഡോക്ടറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തെങ്കിലും കാണില്ലേ? ഹേയ്, യു ആർ എ ട്രിക്കി പേഴ്സൺ. ശരി, എനിക്ക് തോന്നിയിട്ടുള്ളത് പറയാം. അത് മതി, കേക്കട്ടെ. ആ, ചില സ്ഥലങ്ങൾ തപോവന ഭൂമികളായിരിക്കും. ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരിക്കും. ആ ആത്മീയ കാന്തിയും കാന്തിക ശക്തിയും ഋഷീശ്വരന്മാരെ ആകർഷിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അരുവിപ്പുറത്തും? കീരിയും പാമ്പും അരുവിപ്പുറത്ത് ഒരുമിച്ചിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശങ്കരാചാര്യർ തപസ്സിരുന്ന ശൃംഗേരിയും അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെ? തുംഗഭദ്രയുടെ കരയിൽ കൊടും വേനലിൽ അവശനായ ഒരു തവളയ്ക്ക് പാമ്പ് പത്തി വിടർത്തി കുട പോലെ തണലേകി. വണ്ടർഫുൾ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ ശങ്കരാചാര്യ സ്വാമികൾ തപസ്സിരുന്നു. പിന്നെ ശൃംഗേരി മഠം സ്ഥാപിച്ചു. ആ ജന്മവൈരികൾ പോലും ശത്രുത വെടിയുന്ന സ്ഥലമാണ്. മറ്റെന്തെങ്കിലും സമയം ഉണ്ട്. ആദിശങ്കരൻ ഒരു നവോത്ഥാനം നടത്തി ഹിന്ദുമതത്തിനുള്ളിൽ. ഗുരുദേവനാകട്ടെ മതത്തെ വിഴുങ്ങിയിരുന്ന അനാചാരങ്ങളെയും മൈത്തത്തെയും ഉന്മൂലനം ചെയ്തു. തുംഗഭദ്രയും നെയ്യാറും ആ നവോത്ഥാനങ്ങൾക്ക് സാക്ഷിയായി. നല്ല കമ്പാരിസൺ. കൊള്ളാം. ശങ്കരൻ, നാരായണൻ, ശിവൻ, വിഷ്ണു, നാമങ്ങളിൽ ഉണ്ടല്ലോ ദൈവികതയുടെ ഒരു സ്പർശം. മരുത്വാമല ഗുരുവിന്റെ ജ്ഞാനഭൂമി, അരുവിപ്പുറം കർമ്മഭൂമി. അവിടെയുണ്ട് കഥകളുടെ, അതിശയങ്ങളുടെ അധ്യായങ്ങൾ. സുബ്രഹ്മണ്യ ദർശനം അതിലെ പ്രധാന അത്ഭുതം. അരുവിപ്പുറത്ത് പതിവായി മഹാഗുരു സുബ്രഹ്മണ്യ സ്വാമിയുമായി സംസാരിക്കുമായിരുന്നു അല്ലേ? അതെ, സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്തിയ ആ പാറ കൊടിതൂക്കി മലയിൽ നമുക്ക് ഇപ്പോഴും കാണാം. അതിന് സാക്ഷിയായ ഭൈരവൻ ശാന്തിക്ക് ദീർഘായുസ്സും ലഭിച്ചു. അതുമാത്രമല്ല, നിരവധി അത്ഭുതങ്ങളും അതിശയങ്ങളും ഗുരു ഭക്തർക്ക് കാട്ടിക്കൊടുത്തു. ബിംബവിഭാവസുക്കളിടംബലം നയനങ്ങളാമിന്ദുബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ കർണമണ്ഡലമണ്ഡലീകൃതഗന്ധപാളിയുമെന്നോടെ കണ്ണിണയ്ക്കു തിഥി ഭവിക്കണമെപ്പോഴും. വളരെ ദൂരെ നിന്ന് മന്ത്രജപം കേൾക്കാമായിരുന്നു. അത് കേട്ടപ്പോ വരാൻ തോന്നി. ആരാണെന്ന് അറിയണമല്ലോ. നാം ബാഹുലേയ കാവ്യരചനയിലായിരുന്നു. മനസ്സിൽ കുറിച്ചത് ചൊല്ലി നോക്കിയതാ. വേലന് ഇഷ്ടായോ? ഇങ്ങോട്ട് വന്ന വഴിയിൽ മന്ത്രം ചൊല്ലൽ കേട്ടു. മരങ്ങൾ ചെവിയോർത്ത് നിൽക്കും പോലെ, കാറ്റ് വീശാൻ മറന്ന പോലെ, മേഘങ്ങൾ താന്നു പറന്നതുപോലെ. കരുണാമയനാണല്ലോ ബാഹുലേയൻ, സ്നേഹസ്വരൂപനും. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്രയോ വട്ടം. മനസ്സ് മല പോലെ നിശ്ചലമാകുമ്പോൾ, ചിത്തത്തിൽ ചിതാകാശം തെളിയുമ്പോൾ ഓരോ ശബ്ദത്തിലും ഭഗവാനുണ്ട്. ശബ്ദസ്വരൂപനാണ് സുബ്രഹ്മണ്യൻ. അങ്ങ് ദർശിച്ച ബാഹുലേയന് എത്രമാത്രം പ്രായമുണ്ടാകും? നാമരൂപാത്മകനാണ് ഭഗവാൻ. ഏത് രൂപത്തിലും പ്രായത്തിലും ഭഗവാനെ ദർശിക്കാം, മനസ്സിന്റെ ഇച്ഛ പോലെ. ചോദിച്ചാൽ എന്തും തരുമോ? മനുഷ്യനോടാണ് ചോദിക്കേണ്ടത്. ചോദിക്കാതെ തരുന്നവനാണ് ഭഗവാൻ. ധ്യാനിച്ചിരുന്നാൽ മതി, ജ്ഞാനപ്പഴം കൈവരും. ജ്ഞാനപ്പഴമോ? അതെന്താ? അറിവുമരത്തിലെ മധുരഫലം. അതിനപ്പുറം
ഒരു ഫലവുമില്ല. അതിനു വേണ്ടിയിട്ടാണോ ഈ തപസ്സും ജപവും എല്ലാം? സുബ്രഹ്മണ്യൻ പ്രസാദിക്കണം. ദുരാചാരികളുടെ ചിത്തഭ്രമവും സംസാരഭ്രമവും തീർക്കുവാൻ ജ്ഞാനപ്പഴ മാധുര്യം കൊണ്ടേ അനാചാരങ്ങളുടെ കയ്പ് മാറ്റാൻ കഴിയൂ. ജ്ഞാനപ്പഴ മധുരമല്ലേ അങ്ങയുടെ വാക്കും കർമ്മങ്ങളും? ഇച്ഛ പോലെ എല്ലാം നടക്കും. വേലന് ഉറപ്പാണോ? ശുഭലക്ഷണങ്ങൾ അങ്ങനെ അരുളുന്നു. തപസ്സിനും അന്വേഷണ യാത്രകൾക്കുമായി ഗുരു എത്ര വർഷങ്ങൾ? എല്ലാ ഋഷീശ്വരന്മാർക്കും ഉണ്ടാവും നിർണയിക്കാനാകാത്ത അജ്ഞാതമായ ഒരു അവധൂതകാലം. പൂമൊട്ട് ഇതിലിടും പോലെ, തീരമണയും മുമ്പുള്ള തിരയുടെ സഞ്ചാരം പോലെ. മരുത്വമലയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അല്ലേ? അതുമാത്രമല്ല, മരുത്വാമനയിൽ നിന്ന് അരുവിപ്പുറത്തേക്കും അവിടെ നിന്ന് ശിവഗിരിയിലേക്കും പിന്നീട് അദ്വൈതാശ്രമത്തിൽ എത്തും വരെ ആത്മസഞ്ചാരത്തിന്റെ പല പല വഴികൾ. തപോബലത്തിലൂടെ നേടിയ സിദ്ധികളും ശക്തികളും ഉള്ളിലൊതുക്കിയും ചിലപ്പോൾ മാത്രം തെളിച്ചുമുള്ള നിരന്തര യാത്രകൾ. അതിൽ ചില കാൽപ്പാതുകളെങ്കിലും പിന്തുടരാം. മനസ്സ് പാകമായി വരുന്നു. അരുവിപ്പുറത്ത് ഗുരുവിനോടൊപ്പം കൂടിയ കുമാരനാശാന് മഹാഗുരു പിതാവും ഗുരുവും ദൈവവും എല്ലാമായിരുന്നു. ഭക്തർ ഗുരുവിനെ പെരിയ സ്വാമി എന്നും കുമാരുവിനെ ചിന്നസ്വാമി എന്നും വിളിച്ചു. സാധാരണക്കാരുടെ ജീവിതങ്ങളെ മഹാഗുരു മാറ്റിമറിക്കും. അഭയം തേടുന്നവരുടെ ജീവിതം ആ കൈകൾ പരുവപ്പെടുത്തും. ജ്ഞാനത്തിന്റെ മഹാസഭയിലേക്ക് ഉയർത്തും. കുമാരനാശാന്റെ ജീവിതത്തിന്റെ ഡിസൈൻ ഗുരുവിനുള്ളിൽ സ്പഷ്ടമായി തെളിഞ്ഞു. പ്രതിഭയെ ഉജ്ജ്വല പ്രതിഭയാക്കാനുള്ള ബ്ലൂ പ്രിന്റ്. സൂര്യനാന്നല്ലോ ചന്ദ്രന്റെ വെളിച്ചം. സ്വാമി, ഏറ്റവും ഉത്തമമായ ഭാഷ ഏതാണ്? സംശയമെന്ത്? മൗനം തന്നെ. അതിനേക്കാൾ ശക്തവും അപാരവുമായ മറ്റൊരു ഭാഷയില്ല. എങ്ങനെയും വ്യാഖ്യാനിക്കാം, എത്ര വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതിനായി പ്രത്യേക പരിശീലനം വേണോ സ്വാമി? ഏത് ഭാഷ പഠിക്കുന്നതിനേക്കാളും കഠിനമാണ് മൗനം പരിശീലിക്കാൻ. മൗനഭരണിയിലേക്ക് എത്ര വാക്ക് വേണമെങ്കിലും ശേഖരിക്കാം, നിക്ഷേപിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുമാരുവിന്റെ മാറ്റം? കവിതാലാപനമാണ് അധികവും. വല്ലപ്പോഴും ഒന്ന് മിണ്ടിയാലായി. കുമാരു അധിക നേരവും ഭാവനയിലല്ലേ നടപ്പും കിടപ്പും. സ്വാമിയുടെ ശിക്ഷണമല്ലേ ഇപ്പോഴാണ് ജീവിതത്തിന്റെ മറുകര ഇത്രമാത്രം അനന്തമാണെന്നറിയുന്നത്. പഴയ കവിതകളൊക്കെ വെടിഞ്ഞു. ഇപ്പോൾ പഴുപ്പിച്ച ഇരുമ്പിന്റെ നിറമാണ് വാക്കുകൾക്ക്. സ്വർണത്തിന്റെ നിറം അഗ്നിയുടെ നിറം കൂടിയല്ലേ? അതുപോലെയാണ് ഭാവനയും മൗനവും. ഇടയ്ക്കിടെ കായ്ക്കരയെക്കുറിച്ച് ചിന്തിക്കും. അവിടെ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ. കുറെ ശൃംഗാര കവിതകൾ എഴുതി കൂട്ടിയനെ. അക്കാര്യം ഓർത്ത് ഇപ്പൊ ലജ്ജ തോന്നുന്നു. അത് സാരമില്ല. വളർച്ച കൊണ്ടുള്ള തോന്നലാണത്. ചെളിവാരിയ കൈകൊണ്ട് പിന്നീട് സ്വർണവും രത്നവും എടുക്കാമല്ലോ. എന്തായാലും കായിക്കരയിൽ നിന്നും സ്വാമി കണ്ടെത്തിയത് ഒരു നിധിയായിരുന്നു. കുമാരുവിന് കുറെ നിയോഗങ്ങളുണ്ട്. കവിതയിൽ മാത്രമല്ല, തിന്മകൾക്കെതിരെ. നയിക്കാൻ സാമ്യമുള്ളപ്പോ പിന്നാലെ ഗമിക്കാൻ സന്തോഷമേ ഉള്ളൂ. അതൊരു ഭാഗ്യം. കുമാരു തങ്കമാണ്. ഉരുക്കിയെടുക്കണം, ആഭരണങ്ങളാക്കണം. അതിന് ചിലതൊക്കെ നാം മനസ്സിൽ കരുതിയിട്ടുണ്ട്. സ്വാമി ഉദ്ദേശിക്കുന്നത്? കുമാരു കുറെ നാട് കാണണം, ഭാഷകൾ അറിയണം, കരുത്തനാകണം. എല്ലാം സ്വാമി വചനം പോലെ. ഉലയിലുരുകി കൊല്ലന്റെ കയ്യിലൂടെ വരുമ്പോഴാണല്ലോ ആയുധത്തിന് മൂർച്ച. സ്വാമി എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയുണ്ട്. നാമല്ല, കാലമാണ് എല്ലാം നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും. നാം ഒരു നിമിത്തം മാത്രം.
ഈ സാമീപ്യവും അന്തരീക്ഷവുമാണ് എനിക്കേറെ ഇഷ്ടം. ലോകത്തിന്റെ ഇഷ്ടത്തിനും അഭീഷ്ടത്തിനുമായി കാലം കുമാരുവിനെ വിളിക്കുന്നു. മനസ്സുകൊണ്ട് ഒരുങ്ങിക്കോളൂ. ബൃഹദാകാശത്തൊടു തൊട്ടു നിൽക്കുമോർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം പരമപ്രകാശമഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. മഹാഗുരു 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 മഹാ സ്വാമി, 2-3 പേര് വരുന്നുണ്ട്. സ്വാമി, ഞങ്ങള് അനന്തപുരിന്ന് വരികയാ. വന്ന വഴിയെല്ലാം കണ്ടു, പല വഴിയെ പോയി അല്ലേ? ഇവൾക്ക് കാഴ്ച പ്രശ്നമാ. കുറെ കണ്ണീരൊഴുക്കി സ്വാമി. കണ്ണടച്ചുറങ്ങിട്ട് തന്നെ കാലങ്ങളായി. എങ്ങനെയാ വെളിച്ചം ഇരുട്ടായത്? ആദ്യം കാഴ്ചയ്ക്കൊരു മങ്ങൽ. വലിയ ഭക്തയാ. ലളിതാ സഹസ്രനാമം 2 നേരം ചൊല്ലും. പിന്നെ പിന്നെ ദൈവങ്ങളെയും കാണാൻ പറ്റാതായി. മാസങ്ങൾ കഴിഞ്ഞപ്പോ കാഴ്ച പൂർണ്ണമായി മങ്ങി. ജന്മനാ കാഴ്ചയില്ലാത്തവർ അതിനോട് പൊരുത്തപ്പെടും. ഇടയ്ക്ക് വെച്ച് കാഴ്ച നഷ്ടപ്പെടുകയെന്ന് വെച്ചാ? അതും ശരിയാ. മൃഷ്ടാനം കഴിച്ച് ശീലിച്ചവർ പട്ടിണി കിടക്കും പോലെ. പല പല ചികിത്സയും ചെയ്തു. വിദഗ്ധ ഡോക്ടർമാർ നോക്കി. ഡോക്ടർക്ക് പറ്റാത്തത് നമുക്ക് പറ്റുമോ? പറ്റുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. സ്വാമിയിൽ മാത്രം ശേഷിക്കുന്നു പ്രതീക്ഷയും വിശ്വാസവും. എന്നാ കുറച്ചു ദിവസം ഇവിടെ താമസിക്കരുതോ? എല്ലാം സ്വാമി കൽപ്പിക്കും പോലെ. തൊട്ട് താഴെ നെയ്യാറുണ്ട്. അഗസ്ത്യ തീർത്ഥമാണ്. കുറച്ചു ദിവസം നെയ്യാറിൽ സ്നാനം ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കാം. മഹാഗുരു മഹാഗുരു മഹാ